So once again എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ, അതായത് യു അല്ല നമ്മളിവിടെ വി സീറോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുമ്പോഴൊക്കെ നിങ്ങൾ NCERT ടെക്സ്റ്റ് ഒപ്പം വെച്ചിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം, എന്നാലേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കിട്ടൂ എന്നാണ് എൻ്റെ വിശ്വാസം. സോ മാക്സിമം NCERT ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ വീഡിയോ മാത്രം കണ്ടിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. സോ ഇന്ന് നമുക്ക് വി സീറോ സ്ക്വയർ വി സ്ക്വയർ ഈക്വൽ വി സീറോ സ്ക്വയർ പ്ലസ് 2ax എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണാത്തവരെല്ലാം കാണുക, അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇത് സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ മുന്നത്തെ നമ്മൾ വീഡിയോയിൽ ചെയ്തതുകൊണ്ട് ഞാൻ ഇനി അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. ഇവിടെ ഈ ഭാഗം നമ്മൾ വി മൈനസ് വി സീറോ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വി മൈനസ് വി സീറോ. സോ നമ്മൾക്ക് നേരത്തെ അതേ പ്രോസസ്സ് തന്നെ ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ അതേ പ്രോസസ്സ് ചെയ്യാൻ തന്നെയാണ് വേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് വി സീറോ ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് വി സീറോ ഇൻറ്റു ടി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേമുണ്ട്. വി മൈനസ് വി സീറോന് ഇങ്ങനത്തെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഹാഫ് ഇൻറ്റു ടി എന്ന് പറഞ്ഞ സാധനത്തെ കൊണ്ട് ഈ രണ്ട് ടേംസിന്, ഈ ഉള്ളിലുള്ള രണ്ട് ടേംസിന് നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണിച്ചു തരികയാണെങ്കിൽ, ഈ വി മൈനസ് വി സീറോ എന്നുള്ള ഈ സാധനത്തെ നമ്മൾ ഈ ബ്രാക്കറ്റ് തുറക്കുകയാണ്. അപ്പോൾ ഈ ഹാഫും ടിയും ഇവിടെ ഉണ്ട്. അത് ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ എഴുതാം: വി സീറോ ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് വി സീറോ എന്ന് വരും. അപ്പം എങ്ങനെ വന്നു വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഹാഫ് ടീനെയും കൊണ്ട് വിനെ ഗുണിക്കുക, പിന്നെ ഹാഫ് ടീം കൊണ്ട് വി സീറോനെ ഗുണിക്കാം. സോ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ സ്റ്റെപ്പ് നമുക്ക് ആവശ്യമില്ല. എല്ലാ സ്റ്റെപ്പും എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സ്ക്രീനിൻ്റെ ഒരു പരിമിതി കാരണം. സോ നമുക്ക് ഇങ്ങനെ എഴുതാം: എക്സ് ഈസ് ഈക്വൽ ടു വി സീറോ ടി, ഇനി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ആണ് ഇവിടെ ഉള്ളത്. അതിനുകൊണ്ട് നമ്മൾ വിനെ ഗുണിക്കുകയാണ്. അപ്പോൾ പ്ലസ് ഇട്ടതിന് ശേഷം ഹാഫ് വി ടി എന്നാണ് ഇവിടെ വരിക. ഹാഫ് വി ടി. ഇനി ഹാഫ് ടീനെയും കൊണ്ട് നമ്മൾ മൈനസ് വി സീറോനെയാണ് ഗുണിക്കുന്നത്. ഈ ബ്രാക്കറ്റ് തുറന്ന് ഗുണിക്കേണ്ടത് നമ്മൾ നല്ല കെയറോട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നല്ല പരീക്ഷയ്ക്ക് പോയിട്ട് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഹാഫ് വി സീറോ ടി. അപ്പോൾ ഇതിലൊരു ഡൗട്ടും വരേണ്ട കാര്യമില്ല, കാരണം ഇത് സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. നമുക്ക് ഈ പ്ലസ് ഹാഫ് ഇൻറ്റു ടീനെ കൊണ്ട് വിനെ ഗുണിക്കണം. അപ്പോൾ നമ്മൾക്ക് പ്ലസ് വി ടി ഹാഫ് വി ടി കിട്ടുന്നു, പിന്നെ മൈനസ് വി സീറോനെ ഗുണിക്കുന്നു. അപ്പോൾ പ്ലസ് മൈനസ് ഹാഫ് വി സീറോ ടി എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഇവിടെ കാണാം വി സീറോ ടി എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉണ്ട്, മൈനസ് ഹാഫ് വി സീറോ ടി എന്നുണ്ട്. അതായത് ഒന്നിൽ നിന്ന് അര കമ്മിയാക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ വരിക. അപ്പോൾ നമുക്ക് ഈ വി സീറോ ടിയിൽ നിന്ന് ഹാഫ് വി സീറോ ടി കമ്മിയാക്കുക, അതായത് ഒരു ചക്കയിൽ നിന്ന് അതിൻ്റെ പകുതി മുറിച്ച് വെച്ചാൽ പകുതി ചക്കയിൽ കിട്ടുക. അതേപോലെ നമുക്ക് സുഖമായിട്ട് തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ വരും: എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സ് എന്ന് എഴുതാൻ, എക്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഈ ഹാഫ് കമ്മിയാക്കുക, ഹാഫ് വി സീറോ ടി ഉണ്ടാവും. ഹാഫ് വി സീറോ ടി ഉണ്ടാവും, പിന്നെ പ്ലസ് ഈ വി ടി ഉണ്ടാവും, പ്ലസ് ഹാഫ് വി ടി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് വി സീറോ ടി പ്ലസ് ഹാഫ് വി ടി. എൻ്റെ കൈയക്ഷരം ഈ മൗസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്, കൊണ്ട് തീരെ പോരാന്നൊക്കെ അറിയാം, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ ശരിയായി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് ടേംസിൽ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കണ്ടു വെച്ചാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമുക്ക് അത് ഇവിടെ തന്നെ എഴുതാം: ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പിന്നെ ടിയും കോമൺ ആയിട്ടുണ്ട്, ടി ഇൻറ്റു വി മൈനസ് വി സീറോ എന്നാക്കാം. വി
അല്ല വി മൈനസ് വി സീറോ അല്ലല്ലോ വരിക, അത് നേരത്തെ ഓർമ്മയിൽ പറഞ്ഞതാണ്. ഹാഫിനെ പുറത്തേക്ക് എടുത്തു, ടീനെയും പുറത്തേക്ക് എടുത്തു, പിന്നെ വി സീറോ പ്ലസ് വി ആണ് വരിക. അപ്പോൾ നമുക്ക് വി സീറോ പ്ലസ് വിയും വി പ്ലസ് വി സീറോ ഒന്നല്ല, അപ്പോൾ വി പ്ലസ് വി സീറോ എന്നാണ് എഴുതുന്നത്. വി പ്ലസ് വി സീറോ നമ്മൾ എന്താ വീണ്ടും ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഇക്വേഷനിലേക്ക് വീണ്ടും തിരിച്ചു പോകാനായി വി ഈസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി. അതാണ് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള രണ്ടെണ്ണം ഡെറൈവ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ ഈ സൈഡിൽ ചെയ്യാം. വി ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ടിക്ക് ഇത് ഈ ഇക്വേഷനിൽ നിന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുകയാണ്. വി ഈസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി എന്നുള്ളതിൽ നിന്ന് ടിക്ക് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്നു. സോ നമുക്ക് എന്താ കിട്ടുക, വി ഈസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. അപ്പോൾ വി മൈനസ് വി സീറോ ഈസ് ഈക്വൽ ടു എ ടി എന്ന് വരും. ഇത് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ ചെയ്തതാണ്. ഇനി നമ്മൾ എനെയും കൂടി എന്താ അപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു വി മൈനസ് വി സീറോ ബൈ എ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം ടിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായി. ടി ഈക്വൽ ടു വി മൈനസ് വി സീറോ ബൈ എ എന്നാണ് നമ്മളിവിടെ കണ്ടെത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടി ഉണ്ട്, അപ്പോൾ ഈ ടിക്ക് വരെ ഇത് കൊടുത്തു വെച്ചാലും സെയിം വാല്യൂ ആവും. സോ നമുക്കത് കൊടുക്കാം. ആദ്യം ഈ സ്ഥലമൊക്കെ ഒന്ന് ഒഴിവാക്കട്ടെ. അപ്പോൾ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു ഈ ഭാഗത്ത് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടിക്ക് പകരം വി മൈനസ് വി സീറോ ബൈ എ ഇൻറ്റു വി പ്ലസ് വി സീറോ എന്ന് കിട്ടും. സോ ഇവിടെ വി മൈനസ് വി സീറോ ഉണ്ട്, വി പ്ലസ് വി സീറോ ഉണ്ട്. അപ്പോൾ നമുക്ക് പണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്ന ഒരു ഇക്വേഷനാണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ടേമായിട്ട് വി പ്ലസ് വി സീറോ ഉണ്ട്, എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ടേമായിട്ട് വി മൈനസ് വി സീറോ ഉണ്ട്. സോ നമുക്കിത് ഇവിടെ ഈസി ആയിട്ട് തന്നെ കിട്ടും. ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് പകരം വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ എന്ന് കിട്ടും. സോ വി ക്യാൻ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു ഈ അടിയിൽ ടൂയും എയും ഇട്ടത് നമുക്ക് ഗുണിച്ച് ജസ്റ്റ് 2a എന്ന് എഴുതാം. അപ്പോൾ വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ബൈ 2a. ഈ 2a നമ്മൾ ഹരിക്കാൻ 2a അപ്പുറത്തേക്ക് കൊണ്ടുപോകണം, ഗുണിക്കാൻ 2a ആവണം. സോ വി മൈനസ് വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2ax. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇത് മാത്രം എഴുതിയാൽ മതി, വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇനി ഒന്നും കൂടി സ്വന്തമായിട്ട് ഇതിന് എഴുതുകയാണെങ്കിൽ വി സ്ക്വയർ ഞാൻ അടിയിൽ എഴുതാം, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സീറോ സ്ക്വയർ പ്ലസ് 2ax. സോ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് എഴുതുന്നതിൻ്റെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ട്, അത് ഇനി ഞാൻ വീഡിയോ ചെയ്ത് ശരിയാക്കേണ്ടതാണ്. പിന്നെ കുറച്ച് കൺട്രോൾ ടൂൾസും കൂടി ശരിയാക്കാനുണ്ട്. സോ നമുക്ക് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സീറോ സ്ക്വയർ പ്ലസ് 2ax എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ എന്താ പറഞ്ഞുതരാം. സോ ഇത് നമ്മളിവിടെ ചെയ്ത വി സീറോ സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ആയി 2ax ഇവിടെ നമുക്ക് കിട്ടി. ഇവിടെ മൈനസ് വി സീറോ സ്ക്വയറിന് ഇങ്ങോട്ട് വന്നാൽ പ്ലസ് വി സീറോ സ്ക്വയർ ആവും. അതാണ് നമ്മൾ ചെയ്തത്. സോ അതിൽ ഡൗട്ട് വേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതെല്ലാം കിട്ടി. ഇനി ഫസ്റ്റ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഒറിജിനിൽ നിന്നാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. നമ്മളിവിടെ എക്സ് അല്ലെങ്കിൽ എസ് എന്നൊക്കെ എടുക്കാൻ കാരണം ഈ ബോഡി ഒറിജിനിൽ നിന്ന് തുടങ്ങേണ്ടതായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമാണ്. സോ അതും ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒറിജിനിൽ നിന്നല്ല ഈ ബോഡി സ്റ്റാർട്ട് ചെയ്യണതെന്ന് വെക്കാം. അതായത് ഇപ്പോൾ വരച്ച് കാണിച്ചു തരാം.
ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇത് ഒറിജിൻ ആണെങ്കിൽ, എൻ്റെ വരയ്ക്കൽ തീരെ പോരോ, ഞാൻ ലൈൻ വെച്ച് കാണിച്ചു തരാം. സോ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇത് അങ്ങോട്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഈ ഭാഗമാണ് ഒറിജിൻ. ഇതിനെ ഇവിടെ നിന്നാണ് നമ്മൾ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത്, അതായത് ഇതാണ് എക്സ് ഡിസ്റ്റൻസ് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ നേരത്തെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് ഈ ഒറിജിനിൽ നിന്നല്ല നമ്മുടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള പറയുന്ന ടൈമിന് എക്സ് എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുക വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് x0 എന്ന് ഈ ഭാഗത്ത് കൺസിഡർ ചെയ്താൽ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ടേമാണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റിന് അപ്പൊ ഈ ഭാഗത്തായിരിക്കും ഒറിജിൻ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയും ദൂരാണ്, x0 എന്ന് പറഞ്ഞാൽ എത്രയും ദൂരാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഈ ഭാഗത്ത് v മൈനസ് v0 കിട്ടിയ പോലെ തന്നെ നമുക്ക് എക്സ് മൈനസ് x0യും ലഭിക്കും. സോ നമുക്ക് ഇനി ആദ്യം തൊട്ട് ചെയ്യാം. സോറി, ഇതൊക്കെ ഒന്ന് കളയട്ടെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാണ്ട്, ഇത്രയൊക്കെ കളഞ്ഞാൽ മതി. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത ഇക്വേഷൻ ഉണ്ടായത് ഇത് കാണേണ്ടത് നിർബന്ധം തന്നെയാണ്. അതായത് നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. അപ്പൊ എക്സിന്റെ ടൈമിനാണ് എക്സ് മൈനസ് എക്സ്, എക്സ് ഈസ് ഈക്വൽ ടു v0 t പ്ലസ് ഹാഫ് a t സ്ക്വയർ, v0 t പ്ലസ് ഹാഫ് a t സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഈ എക്സിന് ഒരു എക്സ് മൈനസ് x0 കൊടുക്കാൻ മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ് മൈനസ് x0 ഈസ് ഈക്വൽ ടു ഇതേ സാധനം തന്നെ, അതിനിപ്പോൾ ഞാൻ വീണ്ടും എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ഈ എക്സ് മൈനസ് x0 ഈസ് ഈക്വൽ ടു v0 t പ്ലസ് ഹാഫ് a t സ്ക്വയർ എന്ന് വരും, ഒറിജിനിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ. ഇതൊക്കെ നമ്മൾ വളരെ കോമൺ സെൻസ് വെച്ചിട്ട് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ എക്സ് മൈനസ് x0, അപ്പോൾ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മളോട് ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് എന്നാണ് ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു x0 പ്ലസ് v0 t പ്ലസ് ഹാഫ് a t സ്ക്വയർ. ഒന്നും കൂടി എഴുതാം, എൻ്റെ എഴുത്ത് തീരെ പോരാന്ന് എനിക്കറിയാം, എന്നാലും v0 t പ്ലസ് ഹാഫ് a t സ്ക്വയർ. അപ്പോൾ ഇവിടെ നിങ്ങൾ പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഇവിടെ ചോദ്യം വരിക ഒരു വണ്ടി ഇന്ന സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതായത് 5 മീറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഇന്ന വെലോസിറ്റിയിൽ ഇത്ര ആക്സിലറേഷനിൽ ഇത്ര ദൂരം പോയി, ടൈമിൽ പോയി, അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ഈ x0 എന്നുള്ള ഭാഗത്ത് 5 മീറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 5 മീറ്റർ പെർ സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ 4 സെക്കൻഡ് പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ v0 എന്നുള്ള ഭാഗത്ത് ഫസ്റ്റത്തെ 5 മീറ്റർ ചേർക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കണ്ടുപിടിച്ച ഇക്വേഷനിൽ ഇത് അപ്ലൈ ചെയ്തു വെച്ചാൽ എന്താണ് വരിക, v സ്ക്വയർ ഈസ് ഈക്വൽ ടു v0 സ്ക്വയർ പ്ലസ് 2a ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈമിന് അവർ എക്സ് മൈനസ് x0 എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ടൈം ചേർക്ക് മാത്രമേ വേണ്ടുള്ളൂ, ഈ ടൈം ചേർത്താൽ മാത്രം മതി. അപ്പോൾ എക്സ് മൈനസ് x0. സോ വലിയ ശബ്ദമൊന്നുമില്ലെങ്കിലും നമ്മൾ ഇക്വേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ NCERT ടെക്സ്റ്റ് ഇതിനൊപ്പം തന്നെ വെച്ച് വായിക്കുക, അത് ഇതും വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.